الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الكتاب كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا أوصيكم أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنا نحن نحيي الموتى ونكتب ما قدموا وآثارهم وكل شيء أحصيناه في إمام مبين അള്ളാഹുവിൻ്റെ അടിമകളായ സഹോദരങ്ങൾ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കാൻ എന്നെയും നിങ്ങളെയും ആദ്യമേ ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അപ്രകാരം ജീവിച്ചു മരിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഓരോ മനുഷ്യനും മരിക്കുന്നതോടുകൂടി അവൻ്റെ പ്രവർത്തനങ്ങൾ മുറിഞ്ഞു പോകുന്നതാണ്. മരണശേഷം മറ്റൊരു പ്രവർത്തനമില്ല എന്നതാണ്. അതുകൊണ്ട് ജീവിച്ചിരിക്കുന്ന കാലഘട്ടങ്ങളിൽ പ്രവർത്തിക്കേണ്ട കാര്യങ്ങളെ സംബന്ധിച്ചുള്ള കൃത്യമായ ആലോചനയും ആസൂത്രണവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. എന്നാൽ മരണാനന്തരവും പ്രതിഫലം ലഭിക്കുന്ന ചില കാര്യങ്ങളെ സംബന്ധിച്ച് അല്ലാഹുവിൻ്റെ റസൂൽ പ്രത്യേകമായി പറഞ്ഞിരിക്കുന്നു. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നമുക്കതിങ്ങനെ വായിക്കാവുന്നതാണ്. ഇദാ മാത്തൽ ഇൻസാനു ഇൻഖതഅ അമലു കുല്ലു. ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അവന്റെ കർമ്മങ്ങൾ മുറിഞ്ഞു പോകുന്നു. ഇല്ലാ മിൻ സലാസിൻ, മൂന്നെണ്ണം ഒഴികെ. സദഖത്തുൻ ജാരിയത്തുൻ, മുറിഞ്ഞു പോകാത്ത നിരന്തരമായി ലഭിച്ചുകൊണ്ടിരിക്കുന്ന ദാനധർമ്മമാണ് ഒന്ന്. ഔ ഇൽമുൻ യൻതഫിഉ ബിഹി, അതല്ലെങ്കിൽ അവനിലൂടെ ലഭിച്ച പ്രയോജനകരമായ വിജ്ഞാനമാണ് മറ്റൊന്ന്. ഔ വലദിൻ സാലിഹിൻ യദ്ഉ ലഹു, അതല്ലെങ്കിൽ അവന് വേണ്ടി, മരിച്ച ആൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സദ്വൃത്തനായ സന്താനമാണ്. ഈ മൂന്ന് സംഗതികൾ ഒഴിച്ച് ബാക്കിയെല്ലാം ഒരാളുടെ മരണത്തോടുകൂടി അവസാനിച്ചു പോകുന്നതായി അള്ളാഹുവിൻ്റെ റസൂൽ, അല്ലെങ്കിൽ നിലച്ചു പോകുന്നതായി അള്ളാഹുവിൻ്റെ റസൂൽ അറിയിക്കുന്നുണ്ട്. പരലോകത്തെക്കുറിച്ച് കൃത്യമായ ആവലാതിയും പരലോകത്തിൽ വിജയം വരിക്കണമെന്നുള്ള പ്രതീക്ഷയുമുള്ള ഒരു മനുഷ്യൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ കൃത്യമായ ശ്രദ്ധയുണ്ടാകേണ്ടതുണ്ട്. അതിലേറ്റവും പരമപ്രധാനമായ സംഗതിയാണ് സദഖത്തുൻ ജാരിയ എന്ന് പറയുന്നത്, നിലച്ചു പോകാത്ത ദാനധർമ്മം എന്ന് പറയുന്നത്. പ്രമാണങ്ങളിൽ സദഖത്തുൻ ജാരിയ എന്ന് പറഞ്ഞത് പുതിയ വേർഷനുകളിൽ നമ്മൾ മനസ്സിലാക്കുന്നത് വഖഫുമായി ബന്ധപ്പെട്ടതാണ്. ഉടമാവകാശം നിലനിർത്തിക്കൊണ്ട് തന്നെ അതിൽ നിന്ന് ലഭിക്കേണ്ട സേവനങ്ങളും പ്രതിഫലങ്ങളും ഏതെങ്കിലും നല്ല വിഷയത്തിലേക്ക് വേണ്ടി പരിമിതപ്പെടുത്തുക. അത് സ്വന്തം കുടുംബത്തിലെ പാവപ്പെട്ടവർക്ക് വേണ്ടിയാകാം, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പള്ളിയുടെയോ മദ്രസയുടെയോ, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും വഴിപോക്കരായിട്ടുള്ള പാവങ്ങളുടെ കാര്യത്തിലോ,
മറ്റേത് കാര്യത്തിലെങ്കിലും പരിമിതമായി കൊടുക്കുന്നതിനെയാണ് വഖഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ കേരളക്കരയിൽ നമ്മളിന്ന് കാണുന്ന പല പ്രശസ്തങ്ങളായിട്ടുള്ള സ്ഥാപനങ്ങളും സംവിധാനങ്ങളും ഒക്കെ തന്നെയും ഒരു കാലഘട്ടത്തിലെ മുസ്ലിങ്ങളുടെ പൂർവികരായ നമ്മൾ കഴിഞ്ഞുപോയിട്ടുള്ള നമ്മുടെ കാരണവന്മാരുടെ വിയർപ്പിന്റെയും അധ്വാനത്തിന്റെയും ഫലമായിരുന്നുവെന്ന് തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. എന്നാൽ ആ സ്ഥാപനങ്ങളും സൗകര്യങ്ങളും സംവിധാനങ്ങളും ഒക്കെ കുറെ കാലം കഴിയുമ്പോൾ അന്യാധീനപ്പെട്ടു വരുന്നു എന്നതാണ് അടുത്ത കാലത്ത് നമ്മൾ കുറെ കൂടി വ്യക്തമായി മനസ്സിലാക്കുന്ന പല സംഭവങ്ങളിലൂടെയും തിരിച്ചു വരുന്നത്. എറണാകുളം ജില്ലയിലെ മുനമ്പം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു സമുദായ സ്നേഹി തന്റെ സ്വത്തിൽ 1950 400-ലധികം ഏക്കർ ഭൂമി ഈ സമുദായത്തിന്റെ തന്നെ 1948 സ്ഥാപിതമായ നവോത്ഥാന പ്രവർത്തനങ്ങളുടെ ആദ്യഘട്ടത്തിൽ തന്നെ സ്ഥാപിതമായ ഫറൂഖ് കോളേജിന് വേണ്ടി വഖഫ് ചെയ്യുകയും പിന്നീട് കാലം കുറെ പിന്നിടുമ്പോൾ ഈ വഖഫ് ഭൂമിയും അതിലെ സൗകര്യങ്ങളുമെല്ലാം അന്യാധീനപ്പെട്ടു വരികയും ചെയ്തതാണ് പുതിയ കാലഘട്ടത്തിൽ ഇതൊരു സംഭവമായി അല്ലെങ്കിൽ ഒരു വിവാദമായി നമുക്കിടയിൽ കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം. അതുമായി ബന്ധപ്പെട്ട ഇസ്ലാമികമായ നിയമങ്ങളും നമ്മൾ അനുവർത്തിക്കേണ്ടുന്ന നയങ്ങളെ സംബന്ധിച്ചുമാണ് ഒരല്പസമയം ഇന്ന് നമ്മൾ സംവദിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ആമുഖമായി ഓതി കേൾപ്പിച്ച വചനം നമുക്കെല്ലാവർക്കും സുപരിചിതമാണ്. സൂറത്ത് യാസീനിലെ 12-ാമത്തെ വചനമാണ്. ആ ആയത്തിലൂടെ അള്ളാഹു നമ്മളോട് പറയുന്നത് ഇന്നാ നഹ്നു നുഹ്യിൽ മൗത, തീർച്ചയായും നാം തന്നെയാണ് മരിച്ചവരെ ജീവിപ്പിക്കുന്നവൻ. വനക്തുബു മാ ഖദ്ദമു വ ആസാറഹു, വനക്തുബു നാം രേഖപ്പെടുത്തി വയ്ക്കുന്നു, മാ ഖദ്ദമു അവർ മുൻകൂട്ടി ചെയ്ത കാര്യങ്ങൾ, വ ആസാറഹും ആ ചെയ്ത കാര്യങ്ങളുടെ ഇമ്പാക്റ്റുകൾ അതല്ലെങ്കിൽ അതിന്റെ പ്രതിഫലനങ്ങൾ, ആ ചെയ്ത പ്രവർത്തനങ്ങൾക്കുണ്ടായിരിക്കുന്ന പിൽക്കാലത്തുണ്ടായിരിക്കുന്ന ഗുണങ്ങളും ദോഷങ്ങളുമെല്ലാം നാം രേഖപ്പെടുത്തി വയ്ക്കുന്നു. വകുല്ല ശൈഇൻ അഹ്സൈനാഹു ഫീ ഇമാമിൻ മുബീൻ, നമ്മുടെ പക്കൽ എല്ലാ കാര്യങ്ങളും വ്യക്തമായൊരു രേഖയിൽ ക്ലിപ്തപ്പെടുത്തി നിജപ്പെടുത്തി വച്ചിരിക്കുന്നു. ഇതാണ് ആയത്തിലൂടെ അള്ളാഹു നമ്മളോട് പറയുന്നത്. ഒരു കാര്യം വളരെ വ്യക്തമാണ്. നമ്മുടെ എല്ലാ കർമ്മങ്ങളും അള്ളാഹുവിൻ്റെ അടുക്കൽ രേഖയാകുന്നത് പോലെ ആ കർമ്മങ്ങൾക്ക് പിൽക്കാലത്തുണ്ടാകുന്ന അനന്തര ഫലങ്ങൾ കൂടി രേഖയാകുന്നു എന്നുള്ളതാണ്. ഒരാളൊരു നാട്ടിലൊരു നല്ല സംരംഭം കൊണ്ടുവന്നു. ആ കൊണ്ടുവന്ന നല്ല സംരംഭത്തെ പിന്തുടർന്ന് അയാളുടെ മരണശേഷവും കാലശേഷവും ഒക്കെ ആളുകൾ ആ നല്ല സംരംഭത്തോട് എത്രമേൽ സഹകരിക്കുകയും അത് നിലനിർത്തി കൊണ്ടുപോവുകയും ചെയ്യുന്നുവോ ആ ചെയ്യുന്ന കാലം അത്രയും അയാൾക്ക് ആ നന്മയിലൊരു ഓഹരി അള്ളാഹുവിൻ്റെ അടുക്കൽ രേഖപ്പെടുത്തുമെന്നുള്ളതാണ്. ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ നമ്മൾ ഓരോരുത്തരും നമുക്ക് വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ട് അത്തരത്തിലുള്ളൊരു സംഗതി എന്ന് നമ്മുടെ ഉറക്കം കെടുത്തുന്ന ഒരു ചോദ്യമായി നമ്മൾ അവശേഷിക്കേണ്ടതുണ്ട്. ഈ ആയത്തിന്റെ പശ്ചാത്തലവുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിലെ വഖഫുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഖുർആനിലെ 3-ാമത്തെ അധ്യായം സൂറ ആൽ ഇമ്രാനിലെ 92-ാമത്തെ വചനം അവതരിക്കുന്നത് ഇങ്ങനെയാണ്: ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖു മിമ്മാ തുഹിബ്ബൂൻ. ലൻ തനാലുൽ ബിർറ, നിങ്ങളുടെ ഒരാളും പുണ്യം കരസ്ഥമാക്കുകയില്ല. ഹത്ത ഏതുവരെ എന്ന് വെച്ചാൽ തുൻഫിഖു, നിങ്ങൾ ചിലവഴിക്കുന്നത് വരെ, മിമ്മാ തുഹിബ്ബൂൻ, നിങ്ങൾക്ക് പ്രിയങ്കരമായത് എന്താണോ അത് നിങ്ങൾ ചെലവഴിക്കുന്നത് വരെയും നിങ്ങളിൽ ഒരാളും പുണ്യം കരസ്ഥമാക്കുകയില്ല. വല്ലാത്തൊരു പ്രസ്താവനയാണ് ആ ആയത്തിലൂടെ അള്ളാഹു പറഞ്ഞു വെച്ചിരിക്കുന്നത്. ചെലവഴിക്കുന്നത് നമുക്ക് ഇഷ്ടമില്ലാത്തതും നമ്മുടെ ആവശ്യങ്ങൾ കഴിഞ്ഞ് മിച്ചമുള്ളതും നമുക്ക് വേണ്ടാത്തതുമല്ല ചെലവഴിക്കേണ്ടത്. ഖുർആനിലൊരു ഭാഗത്ത് 2-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്, കണ്ണ് തുറന്നിരിക്കെ നിങ്ങൾ സ്വീകരിക്കാത്തത്, കണ്ണടച്ചുകൊണ്ട് മാത്രം നിങ്ങൾ സ്വീകരിക്കുന്നത്, മറ്റുള്ളവർക്ക് ദാനധർമ്മത്തിന് വേണ്ടി നിങ്ങൾ എടുത്തു വയ്ക്കരുത്. വളരെ വ്യക്തമാണ്. കണ്ണ് തുറന്നുകൊണ്ട് നമ്മളൊരാളിൽ നിന്നും വാങ്ങാത്ത സംഗതി ദാനത്തിനു വേണ്ടി അള്ളാഹുവിങ്കൽ നിന്ന് കൂലി കിട്ടണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി ദാനധർമ്മങ്ങൾക്കായി മാറ്റിവെക്കരുത്. നമുക്കൊരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു സംഗതി മറ്റുള്ളവർക്ക് നമ്മൾ കൊടുക്കാം. ഒരു കാലഘട്ടത്തിൽ വടക്കേ ഇന്ത്യയിലൊക്കെ
വലിയ പ്രളയമൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ നാട്ടിൻ പുറങ്ങളിലൊക്കെ ചില ആളുകൾ വന്നിരുന്നു. അവർ പറയും, ഞങ്ങളുടെ നാട്ടിൽ വെള്ളപ്പൊക്കമായിരുന്നു, അതുകൊണ്ട് വസ്ത്രങ്ങളെല്ലാം നശിച്ചു പോയിരിക്കുന്നു, എന്തെങ്കിലും വസ്ത്രങ്ങൾ തരണമെന്ന് പറയുമ്പോൾ നമുക്കും വലിയ സന്തോഷമാണ്. വെള്ളം കയറിയതുകൊണ്ടുള്ള സന്തോഷമല്ല. നമ്മുടെ വീട്ടിൽ നമുക്ക് ഇടാൻ പറ്റാത്ത കുറേ സംഗതികളുണ്ട്. അലമാരിയിൽ നിറച്ചു വച്ചിരിക്കുന്ന, വീടിന്റെ മുക്കുമൂലകളിലൊക്കെ അടഞ്ഞുകൂടിയിരിക്കുന്ന ഈ വസ്ത്രങ്ങളൊക്കെ ഈ പാവങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുക്കാനുള്ള ഒരു സംവിധാനമായി, ഒരു സന്ദർഭമായി അത്തരം പ്രക്രിയയെ കണ്ട് നമ്മളൊരു വലിയ പുണ്യവാന്മാരായി കൊടുക്കാറുണ്ട്. അത്തരത്തിലുള്ള കൊടുക്കലിനെ പറ്റിയാണ് പറഞ്ഞത്. അത് അള്ളാഹുവിങ്കൽ സ്വീകാര്യമല്ല എന്നുള്ളത്. പിൽക്കാലത്ത് ഉപയോഗിച്ച വസ്ത്രങ്ങളൊക്കെ ഒരു വ്യാവസായികമായി കൊണ്ടുപോവുകയും വീണ്ടും വിൽക്കുകയൊക്കെ ചെയ്യുന്ന സംവിധാനമുണ്ട്. അതല്ല നമ്മൾ പറഞ്ഞത്. നിങ്ങൾ കൊടുക്കുമ്പോൾ ആ കൊടുക്കുന്നതിനോട് നിങ്ങൾക്ക് എത്രമേൽ സ്നേഹമുണ്ട് എന്നുള്ളത്, എത്രമേൽ പ്രിയങ്കരമാണ് ആ വസ്തു എന്നുള്ളത്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കോടതിയിൽ വന്നിട്ട് ഒരാള് സങ്കടം പറയുന്നുണ്ട്, എനിക്കും എൻ്റെ ഭാര്യക്കും ഉടുക്കാൻ ഒന്നുമില്ല എന്ന്. അപ്പോ ഉമർ റളിയല്ലാഹു അൻഹു അയാളോട് പറയുന്നുണ്ട്, ഞാനിത് തന്നില്ലെങ്കിലോ എന്ന്, ഞാൻ നിനക്കൊന്നും തന്നില്ലെങ്കിലോ എന്ന്. അപ്പൊ അയാൾ പറയും, ഞാൻ അത് തന്നില്ലെങ്കിൽ ഞാൻ വെറുങ്കൈയോട് പോകുമെന്ന്. വീണ്ടും ഉമർ ചോദിക്കുന്നുണ്ട്, അങ്ങനെ വെറുങ്കടിയോടെ പോയാൽ എനിക്കെന്താ? അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, നാളെ എന്നെയും താങ്കളെയും ഒക്കെ ഹാജരാക്കുന്ന അള്ളാഹുവിന്റെ കോടതിയിൽ ഞാൻ താങ്കൾക്കെതിരിൽ ആക്ഷേപമായി ഇത് പറയും. എനിക്ക് വസ്ത്രമില്ലാത്തതിന്റെ പേരിൽ ഞാൻ താങ്കളെ സമീപിച്ചു, താങ്കൾ എനിക്കൊന്നും തന്നില്ല എന്ന്. മഹാനായ ഉമറുൽ ഫാറൂഖ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് താൻ അണിഞ്ഞിരിക്കുന്ന വസ്ത്രം അഴിച്ച് അദ്ദേഹത്തിന് കൊടുക്കുകയാണ്. നിന്റെ കവിതയുടെ ഭംഗി കൊണ്ടല്ല, നീ ഓർമ്മിപ്പിച്ച ദിവസത്തിന്റെ ഭയാനകത കൊണ്ടാണ് ഞാനിത് തരുന്നത് എന്നുള്ളത്. അവിടെയാണ് പൂർവികർ സ്വന്തം ജീവിതത്തെ അടയാളപ്പെടുത്തിപ്പോയത്. ഈ ആയത്ത് അവതരിച്ച പശ്ചാത്തലത്തെ മുഫസ്സിറുകൾ രേഖപ്പെടുത്തുന്നുണ്ട്. മുത്തഫഖുൻ അലൈഹിയായ ബുഖാരിയും മുസ്ലിമും ചേർന്ന് റിപ്പോർട്ട് ചെയ്തൊരു ഹദീസിൽ ഉമർ റളിയല്ലാഹു അൻഹു പ്രവാചക സന്നിധിയിലേക്ക് വരികയാണ്. യസ്തഅമിറു ഫിഹാ, ഈ അവതരിക്കപ്പെട്ട ആയത്തിനെ സംബന്ധിച്ചുള്ള അഭിപ്രായം ആരാഞ്ഞുകൊണ്ട്. ഫഖാല, അദ്ദേഹം പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അസബ്തു അർളൻ ബി ഖൈബർ ലം ഉസിബ് മാലൻ ഖത്തുൻ ഹുവ അൻഫുസു ഇൻദി മിൻഹു ഫമാ തഅമുറുനി ബിഹി. എനിക്ക് ഏറ്റവും പ്രിയങ്കരമായതും എൻ്റെ അടുക്കൽ എനിക്ക് ഏറ്റവും വിലപിടിപ്പുള്ളതുമായ ഒരു സംഗതി ഖൈബറിൽ നിന്ന് ലഭിച്ച ഭൂമിയാണ്. ആ ഭൂമി കൊണ്ട് ഞാൻ എന്ത് ചെയ്യണമെന്നാണ് താങ്കൾ ഉദ്ദേശിക്കുന്നത്? അറിയാൻ വേണ്ടിയാണ് ഞാൻ വന്നത് എന്നതാണ്. കാരണം അല്ലാഹു പറഞ്ഞല്ലോ, ഏറ്റവും പ്രിയങ്കരമായത് ചെലവഴിക്കാതെ പുണ്യം കരസ്ഥമാക്കാൻ പറ്റില്ല എന്ന്. അത് കേട്ടുപോയ രണ്ടാം ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു തന്റെ പക്കലുള്ള ഏറ്റവും ഫലഭൂയിഷ്ഠമായ ഭൂമിയെ സംബന്ധിച്ച് പ്രവാചകനോട് അഭിപ്രായമാരായുകയാണ്. ഈ ഉമർ റളിയല്ലാഹു അൻഹു മരിക്കുമ്പോൾ കടക്കാരനായിക്കൊണ്ടാണ് മരിക്കുന്നത്. അദ്ദേഹം ധനാഢ്യനായിരുന്നില്ല, ഇതൊക്കെ നമുക്കറിയാവുന്നതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറയുന്നുണ്ട്, അദ്ദേഹത്തിന്റെ അവസ്ഥ മനസ്സിലാക്കി പ്രവാചകൻ പറയുന്നുണ്ട്, ഇൻ ശിഅ്ത ഹബ്ബസ്ത അസ്ലഹ വതസദ്ദഖ്ത ബിഹാ, നീ ആ ഭൂമി നിന്റെ പക്കൽ നിർത്തുകയും എന്നിട്ട് നീ അതിന്റെ ആനുകൂല്യങ്ങൾ ദാനം ചെയ്യുകയും ചെയ്താൽ മതിയാകും. കാല അദ്ദേഹം പറഞ്ഞു, ഫതസദ്ദഖ ബിഹാ, ഞാൻ അങ്ങനെ ചെയ്യുന്നു. ഗൈറ അന്നഹു ലാ യുബാ, ഒരാൾക്കും വിൽപ്പന ചെയ്യാതെ, അസ്ലുഹ, അതിന്റെ ആ അടിസ്ഥാനപരമായിട്ടുള്ള ധനം, ആ തോട്ടം ആർക്കും വിൽക്കാതെ, വലാ യൂഹബ്, വിട്ടുകൊടുക്കാതെയും, വലാ യൂറസു, അതേപോലെ തന്നെ അനന്തരാവകാശികൾക്ക് നൽകാതെയും, ഫതസദ്ദഖു ഉമറൻ ഫിൽ ഫുഖറാ, അദ്ദേഹം പാവങ്ങൾക്ക് വേണ്ടി അതിന്റെ ആനുകൂല്യം വിട്ടുകൊടുക്കുകയാണ്. വഫിൽ ഖുർബ, തന്റെ കുടുംബാദികൾക്ക് വേണ്ടിയും കുടുംബത്തിലെ ദരിദ്രരായ ആളുകൾക്ക് വേണ്ടിയും, വഫിൽ റിഖാബ്, അതേപോലെ അടിമകളുടെ മോചനത്തിനു വേണ്ടിയും, വഫീ സബീലില്ലാഹി വബിന സബീൽ, അതേപോലെ അള്ളാഹുവിന്റെ മാർഗത്തിലും വഴിപോക്കരായ ആളുകൾക്ക് വേണ്ടിയും, വല്ലൈഫ്, അതേപോലെ അതിഥികൾക്ക് വേണ്ടിയും, ഇത്രയും ആളുകൾക്ക് ഓഹരി വെച്ചുകൊണ്ട് അതിന്റെ ആനുകൂല്യം ഉമർ റളിയല്ലാഹു അൻഹു വിട്ടുകൊടുത്തു എന്നുള്ളതാണ്. തന്റെ പക്കൽ അവശേഷിക്കുന്ന ഏറ്റവും വിലപിടിപ്പുള്ള ഒന്ന് ഈ ആയത്ത് കേട്ടപ്പോൾ തനിക്കത് പ്രയോജനകരമാകണം എന്നുള്ള ആഗ്രഹവുമായിട്ടാണ് അദ്ദേഹം ചെല്ലുന്നത്. പിന്നീട് വിവരിക്കപ്പെടുന്നത് ബുഖാരി ഉദ്ധരിക്കുന്ന അബൂ തൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ സംഭവമാണ്. അതിങ്ങനെയാണ്, അൻ അബീ തൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു
അന്നഹു ജാഅ ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാല യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ അരികിലേക്ക് ചെന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, യഖൂലു തബാറക വതആല ഫീ കിതാബിഹി ലൻ തനാലുൽ ബിർറ ഹത്താ യുൻഫിഖു മിമ്മാ തുഹിബ്ബൂൻ. അല്ലാഹുവിന്റെ കിതാബിൽ അല്ലാഹു പറഞ്ഞിരിക്കുന്നു, ഏറ്റവും പ്രിയപ്പെട്ടത് ചെലവഴിച്ചാലല്ലാതെ പുണ്യം കരസ്ഥമാക്കാൻ കഴിയുകയില്ല എന്ന്. വഇന്ന അഹബ്ബ അംവാലി ഇലയ്യ ബൈറുഹാ, എനിക്ക് ഏറ്റവും പ്രിയങ്കരമായത് ബൈറുഹാ തോട്ടമാണ് എന്നുള്ളത് അങ്ങേക്ക് അറിയാവുന്ന കാര്യമാണ്. വകാനത്ത് ഹദീഖത്തുൻ യദ്ഖുലുഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വയസ്തളില്ലു ബിഹാ, പ്രവാചകൻ ആ തോട്ടത്തിൽ തണൽ കായുകയും അതിൽ നിന്ന് പ്രവാചകൻ വെള്ളം കുടിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ആ തോട്ടത്തെ പറ്റി അദ്ദേഹം ചോദിക്കുകയാണ്, അള്ളാഹുവിന്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് അത് നിലനിർത്തിക്കൊണ്ട് അതിന്റെ വരുമാനം വഖഫ് ചെയ്യാൻ, നിരന്തരമായി പ്രതിഫലം ലഭിക്കുന്ന ഒരു കാര്യത്തിലേക്ക് അത് വകയിരുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ അത് അംഗീകരിക്കുകയും സ്വീകരിക്കുകയും ചെയ്തതായി രേഖപ്പെടുത്തുന്നുണ്ട്. ഇപ്പൊ പറഞ്ഞു വരുന്ന സംഗതി, ഈ സംഭവം കേൾക്കുകയും ഇതാണ് അതിന്റെ യാഥാർത്ഥ്യമെന്ന് മനസ്സിലാക്കുകയും ചെയ്ത ആദ്യകാലത്തെ സ്വഹാബി വര്യന്മാർ, പ്രവാചകന്റെ അനുചരർ, അതിനോട് കാണിച്ചിട്ടുള്ള ഏറ്റവും ഗുണകരമായിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള നടപടികളെ സംബന്ധിച്ചാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. അഹ്മദും അബൂദാവൂദും റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ അള്ളാഹുവിന്റെ റസൂല് പറയാ, അഫ്ളലു സ്വദഖത്തി സഖിയൽ മിയാഹ്, ജലസേചന പദ്ധതികൾ, ആളുകൾക്ക് ജലസേചനത്തിന് ഉപയോഗിക്കുന്ന വെള്ളവും മറ്റുമൊക്കെ എത്തിക്കുന്നതിനുള്ള പദ്ധതികൾ, കുടിവെള്ളം, ഇതൊക്കെ ദാനധർമ്മങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ സംഗതിയാണ് എന്നുള്ളത്. ഒരു കാലഘട്ടത്തിൽ നവോത്ഥാനത്തിന്റെ ആളുകൾ പോലും തെറ്റിദ്ധരിക്കുകയും തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്തിട്ടുള്ള സംഗതി ഇത്. ഇങ്ങനെ ഏതെങ്കിലും നബി വന്നിട്ടുണ്ടോ? കുടിവെള്ളവുമായിട്ട് ഏതെങ്കിലും നബി വന്നിട്ടുണ്ടോ? അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രവാചകൻ ഗുളികയും മരുന്നുമായി വന്നിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചിരുന്നു. എന്നാൽ അതിനൊക്കെയുള്ള മെച്ചമായ പ്രതിഫലങ്ങളെ സംബന്ധിച്ച് പ്രാമാണികമായി തന്നെ പറയുകയാണ്. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ജാബിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം, മാമിൻ മുസ്ലിമിൻ യഗ്രിസു ഗർസൻ ഔ യസ്റഉ സർഅൻ, ഒരു മുസ്ലിമുമില്ല സ്വന്തം നിലയ്ക്കൊരു കൃഷി നടത്തുകയോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫലവൃക്ഷം നട്ടുപിടിപ്പിക്കുകയോ ചെയ്യുന്നവൻ, ഫയഅകുലു കുല്ലു മിൻഹും തൈറൻ ഔ ഇൻസാൻ ഔ ബഹീമ, എന്നിട്ട് അതിൽ നിന്ന് ഏതെങ്കിലും പക്ഷികൾ ഭക്ഷിക്കുകയോ അതല്ലെങ്കിൽ ഏതെങ്കിലും മനുഷ്യന്മാർ അത് ഉപകരിക്കുകയോ അതല്ലെങ്കിൽ മറ്റു ജന്തുക്കൾ അതിൽ നിന്ന് അവരുടെ ഉപജീവനത്തിനായി എടുക്കുകയോ ചെയ്താൽ ഇല്ലാ കാന ലഹു ബിഹി സദഖ, അയാൾക്കത് സദഖയായിട്ടല്ലാതെ രേഖപ്പെടുത്തുകയില്ല. ആ നട്ടുപോയ മനുഷ്യൻ, റോഡ് വക്കിൽ അയാൾ ഒരു ഫലവൃക്ഷം നട്ടുപോയി, കിളികൾ അതിൽ തണൽ കായുന്നു, യാത്രക്കാരായ ആളുകൾ അതിന്റെ ചുവട്ടിൽ വന്നിരിക്കുന്നു, എങ്കിലൊക്കെയും ആ നട്ട മനുഷ്യൻ അദ്ദേഹം കാലഗതി പ്രാപിച്ചാൽ പോലും അയാൾക്കതിന്റെ ഉപകാരം കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ അനർഘമായ പ്രതിഫലങ്ങളെ സംബന്ധിച്ചുള്ള ഈ ഒരു സംവിധാനമാണ് ശരിക്കും വഖഫ് എന്ന് പറയുന്നത്. ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ അതിന്റെ വിശാലമായ മറ്റ് ഇനങ്ങളെ സംബന്ധിച്ച് പറയുകയാണ്. വലദൻ സാലിഹൻ തറക്കോ, പ്രതിഫലം ലഭിക്കുന്ന കാര്യങ്ങൾ പെട്ടതാണ് ഒരാളുടെ മരണസമയത്ത് അവശേഷിക്കുന്ന അയാളുടെ സദ്വൃത്തനായ സന്താനം എന്നുള്ളത്. തൻ്റെ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കൾ, നമ്മൾ ആലോചിച്ച് നോക്കണം. നമ്മുടെ മക്കള് വലിയ ശമ്പളം മേടിക്കുന്നവരാകണം, സൊസൈറ്റിയിൽ ഏറ്റവും അറിയപ്പെടുന്നവരാകണം, 4 വാക്ക് ഇംഗ്ലീഷ് പറയണം എന്നൊക്കെ നമുക്ക് പൂതിയുള്ളത് പോലെ തന്നെ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ശേഷക്രിയകളൊക്കെ കൃത്യമായി നിർവഹിക്കുമെന്നും എനിക്ക് വേണ്ടി അവൻ നിത്യമായി പ്രാർത്ഥിക്കുമെന്നും ഉറപ്പിക്കാൻ കഴിയുന്ന എത്ര മക്കൾ നമുക്കുണ്ട് എന്ന് ആലോചിച്ച് നോക്കേണ്ടതുണ്ട്. ഈ അടുത്ത കാലത്ത് നമ്മൾ വായിച്ചൊരു ഒരു പോസ്റ്റിൽ നമ്മൾ വായിച്ചത്, ഒരു പിതാവിന്റെ മയ്യത്ത് നമസ്കാരത്തിൽ നിന്ന മകൻ പിന്നീട് കരയുകയാണ്. അപ്പൊ കരഞ്ഞപ്പോ അയാളുടെ ആളുകൾ, ബന്ധുക്കൾ ചോദിച്ചു, എന്തിനാണ് കരയുന്നത്? വാപ്പ മരിച്ചപ്പോ അതുവരെ ഇല്ലാത്തൊരു കരിച്ചല് മയ്യത്ത് നമസ്കാരത്തിന് ശേഷം എങ്ങനെ വന്നു എന്നുള്ളതാണ്. അയാൾ അയാൾ അറിയപ്പെടുന്ന ആളും വലിയ സമ്പന്നനൊക്കെയാണ്. അദ്ദേഹം പറഞ്ഞത്, എൻ്റെ വാപ്പയ്ക്ക് വേണ്ടി എനിക്ക് ആകെ 4 തക്ബീർ ചൊല്ലാനേ പറ്റുള്ളൂ എന്നാണ്. മയ്യത്ത് നമസ്കാരം 4 തക്ബീറാണെന്നറിയാം. ശേഷം ഇടയിലുള്ള പ്രാർത്ഥനകളും ഇടയിൽ പറയേണ്ടതൊന്നും പറയാൻ അയാൾക്ക് അറിയില്ല. അതുകൊണ്ട് അദ്ദേഹം ആകെ ചെയ്തതാണെന്നുള്ളതാണ്. ഇതെനിക്ക് നിങ്ങൾക്കൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ളതുമാണ്. നമ്മൾ കാര്യമായി ശ്രദ്ധിക്കാത്ത അത്തരം ഭാഗങ്ങളിലൊക്കെ ദുരന്തങ്ങൾ ഉണ്ടാകും. ചിലർ മയ്യത്ത് നമസ്കരിക്കും, 4 കഴിഞ്ഞാലും
5ലേക്ക് വീണ്ടും കൈയഴിച്ചു കെട്ടും. ഈ കുട്ടികളെ അറിയാൻ പാടില്ലാത്ത ആളുകളെ നിർത്തേണ്ടതില്ല എന്നതാണ് ഒരു ഉത്തരം. പക്ഷെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, നമുക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ നമ്മുടെ മക്കൾക്കേ ആവൂ. ആ മക്കളെ അതിനുവേണ്ടി പരിശീലിപ്പിക്കുകയും അതിനെ യോഗ്യരാക്കി തീർക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ ഒന്നാമതായി പറഞ്ഞത് ആ ഭാഗമാണ്. രണ്ടാമതായി പറഞ്ഞത് ഔ മുസ്ഹഫൻ വറസഹു, അനന്തരമായി ലഭിക്കുന്ന ഒരു പൊതുവായി നൽകുന്ന ഒരു മുസ്ഹഫ്, അള്ളാഹുവിന്റെ കിതാബിന്റെ ഏട് മറ്റുള്ളവർക്ക് എടുത്ത് പാരായണം ചെയ്യാവുന്ന രീതിയിൽ പള്ളിയിലും മറ്റു പൊതുസ്ഥാപനങ്ങളിലും കൊണ്ടുവയ്ക്കുക എന്നുള്ളതാണ്. അവനവൻ തിരിഞ്ഞു നോക്കുകയോ ഒരു പേജ് പോലും മറിക്കുകയോ വായിക്കുകയോ ചെയ്യാതെ മറ്റുള്ള നാട്ടുകാരെ കൊണ്ടൊക്കെ ഓദിച്ച് എങ്ങനെയെങ്കിലും കൂലിയുണ്ടാക്കുക എന്നുള്ള ദുഷ്ടലാക്കല്ല ഈ പറയുന്നത്. ഈ ഗ്രന്ഥവുമായി നമുക്കൊരു അഭേദ്യമായ ബന്ധമുണ്ടാകണം. ഞാനും നിങ്ങൾ നിത്യം പത്രം വായിക്കുന്നവരാണ്. എന്നാൽ അള്ളാഹുവിന്റെ കിതാബിൽ നിന്ന് ഒരു ദിവസം എത്ര വരി നമ്മൾ വായിച്ചു നമ്മൾ ആലോചിച്ച് നോക്കേണ്ടതുണ്ട്. ആ ഗ്രന്ഥവുമായി നമുക്കുള്ള ബന്ധം എന്താണ്? ഒരു അവഗണന അറിഞ്ഞോ അറിയാതെയോ ആ പുസ്തകത്തോട് നമ്മൾ കാണിച്ചിട്ടുണ്ടോ? ആലോചിച്ച് നോക്കണം. അവഗണന എന്ന് പറയുന്നത് വീട്ടില് വയ്ക്കേണ്ട സ്ഥലത്ത് വച്ചില്ല എന്നതല്ല, അത് പ്രയോഗിക്കേണ്ട രീതിയിൽ പ്രയോഗിച്ചില്ല എന്ന അർത്ഥത്തിലാണ്. ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ അങ്ങനെ വന്നിരിക്കുന്നു. മൂന്നാമതായി പറഞ്ഞത് ഔ മസ്ജിദൻ ബനാ, അള്ളാഹുവിന്റെ ഭവനം പണിയുക എന്നതാണ്. ആരൊരുത്തൻ ഭൂമിയിൽ അങ്ങനെ ഒരു ഭവനം പണിതുവോ അവന് വേണ്ടി പരലോകത്ത് അല്ലാഹു ഒരു വീട് പണിതു കൊടുക്കുമെന്നുള്ളതാണ്. നമ്മിൽ എത്ര പേരെ അതിന്റെ പേരിൽ മോഹിപ്പിച്ചിട്ടുണ്ട്. എല്ലാ മാസത്തിലും ഒരു തവണ പള്ളിയില്ലാത്ത സ്ഥലങ്ങളിൽ പള്ളികൾക്ക് വേണ്ടിയുള്ളൊരു പൊതു കളക്ഷൻ നടത്താറുണ്ട്. നമ്മളിവിടെ അത് കാണുന്നില്ല. ആ ഒരു സംവിധാനം കേരളത്തിൽ വ്യാപകമായി എത്രയോ സ്ഥലങ്ങളിൽ, ഇല്ലാത്ത സ്ഥലങ്ങളിൽ പള്ളികൾ പണിയാൻ ആ ഒരു കേന്ദ്രീകൃത കളക്ഷനിലൂടെ കഴിഞ്ഞിരുന്നു. ആലോചിച്ച് നോക്കാവുന്നത്. ഇതൊക്കെയും വഖഫിലേക്ക് വരാവുന്ന, പ്രതിഫലം ലഭിക്കാവുന്ന സംഗതിയാണ്. അദ്ദേഹം പിന്നെ പറയുന്നു ഔ ബൈത്തൻ ലിഇബ്നി സബീൽ ബനാ, വഴിയാത്രക്കാരായ ആളുകൾക്ക് വേണ്ടിയുള്ള സത്രങ്ങൾ. ഒരു കാലഘട്ടത്തിൽ ഇത് സത്രമല്ല എന്നൊക്കെ നമ്മുടെ മക്കളോടൊക്കെ പറയും, ചെല്ലുവിളിയില്ലാത്ത മക്കളോട്. എന്നാൽ വഴിപോക്കരായ ആളുകൾക്ക് ഒരു രാത്രി തങ്ങാനും അവർക്കൊന്ന് വിശ്രമിക്കാനും വേണ്ടിയൊക്കെയുള്ള ബസ് സ്റ്റോപ്പിലൊക്കെ നമ്മൾ കാണുന്ന ഈ വെയിറ്റിംഗ് ഷെഡ് അടക്കമുള്ള സംഗതികൾ, സംവിധാനങ്ങൾ, അതൊക്കെയും ജാരിയായ സദക്കയിൽ ഉൾപ്പെടുന്നതാണ് നമ്മൾ അറിയേണ്ടതുണ്ട്. അവസാനം ആ ഹദീസിൽ പറഞ്ഞു വയ്ക്കുന്നത് അവ നഹറൻ അജ്റാ, പുഴക്ക് ഒഴുകാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുക. എല്ലാ വേസ്റ്റുകളും കൊണ്ടു തള്ളുന്ന വേസ്റ്റ് ബിന്നുകളായി നമ്മളുടെ ജലാശയങ്ങൾ മാറിപ്പോകുന്നുണ്ട്. 1400 വർഷങ്ങൾക്ക് മുമ്പാണ് ഇത് പറയുന്നത്. ജലം ഒഴുകാൻ പറ്റുന്ന സൗകര്യം ചെയ്തു കൊടുക്കൽ നാളെ നിങ്ങൾക്ക് പ്രതിഫലാർഹമായ കാര്യമാണ് എന്ന് പറയുമ്പോൾ പരിസ്ഥിതിയുമായി ആ വചനത്തിന് എത്രമേൽ ബന്ധമുണ്ട്. നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടവും നമ്മളുടെ ചുറ്റുപാടുകളുമായ ആ വചനത്തിലുള്ള ബന്ധം നമുക്ക് കാണാവുന്നതാണ്. ആ നിലയിലൊക്കെയും നമ്മൾ അതിനോട് പ്രതികരിക്കേണ്ടതുണ്ട്. ഇനി ഈ കാലഘട്ടത്തിൽ നമ്മൾ അനുഭവിക്കുന്ന സംവാദവുമായി ബന്ധപ്പെടുമ്പോൾ മുനമ്പത്ത് അന്യാധീനപ്പെട്ടുകൊണ്ടിരിക്കുന്ന വഖഫ് സ്വത്തുകളോടൊപ്പം ആ വഖഫ് സ്വത്തുകൾ അന്യാധീനമാക്കപ്പെടാവുന്ന വിധത്തിലുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു വഖഫ് ആക്ട് കൂടി വരാനിരിക്കുന്നു. എന്താണ് അതിലെ കണ്ടലിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്? ഈ വഖഫ് സ്വത്തുമായി വരുന്ന കേസുകൾ, ആ കേസുകൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ ഭൂമികൾ അല്ലെങ്കിൽ ആ ബന്ധപ്പെട്ട സ്ഥാപനം സർക്കാരിലേക്ക് കണ്ടുകെട്ടുമെന്നുള്ളതാണ്. ചുള്ളവിൽ സർക്കാരിലേക്ക് അടിച്ചെടുക്കാവുന്ന മുസ്ലിങ്ങളുടെ എന്തൊക്കെ സ്വത്തുകളുണ്ട് എന്നൊരു അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണോ ഇത്തരം ഒരു സംവിധാനം എന്നുകൂടി നമ്മൾ ആലോചിച്ചിരിക്കേണ്ടതുണ്ട്. ഈ കാലഘട്ടത്തിൽ നമ്മൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ടുമ്പോൾ നമുക്കിടയിൽ അനാവശ്യമായ ഒരു സാമൂഹിക ധ്രുവീകരണത്തിന് ചില വർഗീയ ശക്തികൾ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നു. നമ്മളിവിടുന്ന് തിരഞ്ഞെടുത്ത് വിടുന്ന നമ്മുടെ MP-മാർ അതല്ലെങ്കിൽ കേന്ദ്രമന്ത്രി അടക്കമുള്ള ആളുകൾ ഉത്തരവാദിത്തം മറന്നുകൊണ്ട് വളരെ മോശമായ പ്രസ്താവനകൾ ഇറക്കിയിരിക്കുന്നു. കാരണം മുനമ്പത്തെ ഭൂമിയിൽ അധികവും താമസമാക്കിയിട്ടുള്ള ക്രൈസ്തവ സഹോദരങ്ങളാണ്. അപ്പൊ അത്തരം ആളുകളെ ഇതാ ഇറക്കി വിടാൻ പോകുന്നു. വഖഫ് ബോർഡിന്റെ നോട്ടീസ് ലഭിച്ച ആളുകൾ അത് ഒരു അന്യായമായ സംഗതിയായി സമൂഹത്തിടയിൽ പ്രചരിപ്പിച്ചുകൊണ്ട് തെറ്റായ വാർത്തകൾ ചമയ്ക്കുകയാണ്.
എന്നാൽ ഈ കേരളത്തിലെ എല്ലാ മുസ്ലിം സംഘടനകൾ തമ്മിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസമുണ്ട് എങ്കിലും ഈ വിഷയത്തിൽ ഒറ്റക്കെട്ടായി അവർ പറഞ്ഞത് ഭൂമി വില കൊടുത്തു വാങ്ങിയിട്ടുള്ള ഒരാളെയും മനുഷ്യത്വപരമല്ലാത്ത രീതിയിൽ അവരോടൊരു സമീപനവും പാടില്ല എന്ന് തന്നെയാണ്. ഇസ്ലാമിന്റെ ഏറ്റവും നല്ല സുന്ദരമായ രീതി തന്നെയാണ് പറയുന്നത്. ഇനി മറുപക്ഷത്ത് നിൽക്കുന്ന ആൾക്കാരെ നമ്മൾ പരിശോധിച്ച് നോക്കാം. ഉത്തരേന്ത്യയിൽ പ്രത്യേകിച്ച് യുപിയിലൊക്കെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഏതെങ്കിലും ഒരു ക്രൈസിൽ ഇടപെടുന്ന ആളുകളുടെ വീടുകൾ ഇടിച്ചു നിരത്തുകയാണ് ബുൾഡോസർ ഉപയോഗിച്ചുകൊണ്ട്. സർക്കാരിന്റെ തന്നെ സംവിധാനങ്ങളെ തെറ്റായി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നടക്കുന്ന ഇത്രയും കൊടിയ പാതകങ്ങൾ ചെയ്യുന്നവരാണ് ഇവിടെ സമാധാനത്തിന്റെയും നീതിയുടെയും അപ്പോസ്തലന്മാരായി വരുന്നത്. ഇത് രക്ഷത്താപ്പാണെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. 1954 വഖഫ് ബോർഡ് നിലവിൽ വരുന്നത്. വഖഫിന്റെ സ്വത്തുകൾ അന്യാധീനമായി പെട്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കരുതലായിരുന്നു പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു ബോർഡ് രൂപീകരിക്കാൻ കേന്ദ്ര ഗവൺമെന്റിനെ പ്രേരിപ്പിച്ചത്. നമ്മൾ അറിയേണ്ടതുണ്ട്, വഖഫ് സംരക്ഷിക്കലല്ലാതെ സർക്കാരിന്റെ ഒരു ആനുകൂല്യവും ഈ വഖഫ് ബോർഡിലേക്ക് ലഭിക്കുന്നില്ല എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. പലപ്പോഴും തെറ്റായി വ്യാഖ്യാനിച്ചു കൊണ്ടിരിക്കുന്നത് സർക്കാരിന്റെ ആനുകൂല്യങ്ങൾ പറ്റുന്ന ഒരു സർക്കാർ സംവിധാനമാണ് ഇതെന്നുള്ളതാണ്. ഒരിക്കലും അങ്ങനെയല്ല. തിരഞ്ഞെടുക്കപ്പെടുന്ന മുസ്ലിം MP-മാരിൽ ഒരാൾ, അതേപോലെ തന്നെ 2 MLA-മാര്, അതേപോലെ മുസ്ലിം പണ്ഡിതന്മാരിൽ നിന്ന് 2 പേര്, 1 ലക്ഷത്തിലധികം രൂപ വരുമാനമുള്ള വഖഫ് സ്വത്തുകൾ കൈകാര്യം ചെയ്യുന്ന കമ്മിറ്റികളിൽ നിന്ന് 2 പേര്, അതേപോലെ മുസ്ലിം സംഘടനകളെ പ്രതിനിധീകരിച്ചുകൊണ്ടുള്ള 2 ആളുകൾ, ഇങ്ങനെ 11 ആളുകൾ അടങ്ങുന്നതാണ് നമ്മുടെ വഖഫ് ബോർഡ് സംവിധാനം എന്ന് പറയുന്നത്. ഇനി അതിന്റെ പ്രവർത്തനങ്ങൾക്കുള്ള മൂലധനം എവിടെ നിന്നാണ്? അതും ഈ വഖഫ് സ്ഥാപനങ്ങളുടെ വരുമാനത്തിൽ 7% വഖഫ് ബോർഡിലേക്ക് നൽകണം എന്നുള്ളതാണ്. ഒരു നയാ പൈസ പോലും സർക്കാരിൽ നിന്ന് പറ്റാതെ സർക്കാരിന്റെ മേൽനോട്ടത്തിൽ അന്യാധീനപ്പെട്ടു പോകുന്ന സ്വത്തുകൾ കണ്ടുകെട്ടാനുള്ള ഒരു സംവിധാനമായി കൊണ്ടാണ് ഇത് വരുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നാൽ മറുപക്ഷത്തുള്ള ചില സംഗതികൾ നമ്മൾ കാണാതെ പോയി കൂടാ. രാജ്യത്തിന്റെ പ്രധാന നഗരികൾ അടക്കമുള്ള പല സ്ഥലങ്ങളിലും പള്ളിയായും കോളേജായും അതേപോലെ തന്നെ വിദ്യാലയങ്ങളായും ആശുപത്രികളായിട്ടുമൊക്കെയും ഇവിടുത്തെ ന്യൂനപക്ഷമായ ക്രൈസ്തവരുടെ സ്ഥാപനങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഇന്ത്യയിൽ മൊത്തം 2% താഴെ വരുന്ന ഈ വിഭാഗത്തിന് ഇവിടെയുള്ള വഖഫ് അല്ലെങ്കിൽ ഇത്തരം സംവിധാനങ്ങളുടെ മൊത്തം ഹെക്ടർ എന്ന് പറയുന്നത് 70 കോടിയിലധികം ഹെക്ടർ ഭൂമികൾ സ്വന്തമായിട്ടുണ്ട് എന്നുള്ളതാണ്. എന്നിട്ട് അവരാണ് പറയുന്നത് മുസ്ലിങ്ങൾക്കാണ് ഇവിടെ ഇന്ത്യൻ റെയിൽവേ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്വത്തുള്ളത് എന്നുള്ളത്. മത്തായിയുടെ സുവിശേഷത്തിൽ പറയാറുണ്ട്, അവനവന്റെ കണ്ണിലെ കോലെടുത്തു മാറ്റാതെ നീ അന്യരുടെ കണ്ണിലെ കരടെടുക്കാൻ തുനിയരുത് എന്നുള്ളത്. അത് സ്വന്തം വേദപുസ്തകത്തിൽ പറയുന്നതാണ് എങ്കിൽ ആ ഒരു വായന ഈ പാതിരിമാർ ഈ കാലഘട്ടത്തിൽ നടത്തേണ്ടതാണ് എന്നതാണ് സൗമനസ്യത്തോടു കൂടി നമുക്ക് പറയാൻ കഴിയുന്നത്. 2024 നവംബർ 7 ശ്രദ്ധേയമായിട്ടുള്ള ഒരു സുപ്രീം കോടതി വിധി ഉണ്ടായിട്ടുണ്ട്. ഇവിടുത്തെ പത്രങ്ങളിൽ മെജോറിറ്റിയായി നിൽക്കുന്നതും കൂടുതൽ സർക്കുലേഷൻ ഉള്ളതും ക്രൈസ്തവ പ്രാതിനിധ്യമുള്ളതും അവരെ സുഖിപ്പിക്കുന്ന പത്രങ്ങളായതുകൊണ്ടും അത്തരം വാർത്തകൾ നമ്മൾ ആരും കണ്ടിട്ടില്ല. എന്നാൽ മനസ്സിലാക്കേണ്ടത്, ഇവിടെ സർക്കാർ വേതനം പറ്റുന്ന പാതിരിമാരും കന്യാസ്ത്രീകളും അടക്കമുള്ള ആയിരക്കണക്കിന് ആളുകൾ അവരുടെ സമ്പത്തിന്റെ ഇൻകം ടാക്സ് കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. 80 കൊല്ലമായിട്ട് കോടതി ചോദിച്ചത് സഭകൾക്ക് വേണ്ടി സർക്കാർ പണം എന്തിനു വിട്ടുകൊടുക്കണം എന്നുള്ളതാണ്. എത്ര പച്ചയായിട്ടുള്ള പകൽക്കൊള്ളയാണ് നടത്തുന്നത്. എന്നിട്ട് അവരുടെ പത്രങ്ങളിൽ അവർ പറയുന്നതോ ഈ വഖഫ് ബോർഡിനെ പറ്റി അവർ പറയുന്നത് നിയമപരിരക്ഷയുള്ള കൊള്ള സംഘം എന്നാണ്. എന്നാലോചിച്ച് നോക്കണം, സ്വന്തം കാലിലെ മന്ത് നിലനിർത്തിക്കൊണ്ട് അന്യന്റെ വിരലിലെ വീക്കത്തിനെ അപലപിക്കുന്നത് പോലെയുള്ള പരിഹാസ്യമായ പ്രസ്താവനകളാണ് പറഞ്ഞു വരുന്നത്. അപ്പോ ഈ വിഷയങ്ങളെ സംബന്ധിച്ചുള്ള കൃത്യമായ ഒരു അവബോധം നമുക്കുണ്ടാകണമെന്ന് മാത്രമല്ല, ഞാനും നിങ്ങളും മരിച്ചു പോകേണ്ടവരാണ്. ആ ഒരു വിചാരമുണ്ടാകണം. ഇന്ന് എൻ്റെ ശ്വാസം നിലച്ചു പോയാൽ എനിക്ക് വഖഫായി എൻ്റെ ഖബറിലേക്ക് വരാവുന്ന വിധത്തിലുള്ള എന്ത് ഞാൻ ചെലവഴിച്ചിട്ടുണ്ട് എന്നൊരാലോചന ഉണ്ടാകണം. പരലോകത്ത് വരുമ്പോൾ 4 കാര്യങ്ങൾ ചോദിക്കാതെ ഒരാളുടെയും കാല് മുന്നോട്ടെടുക്കാൻ
അല്ല സമ്മതിക്കുകയില്ല എന്ന് പറയുന്ന ഹദീസിൽ ഒരു ഭാഗം ഇങ്ങനെയാണ്, വഅൻ മാലിഹി, അവന്റെ ധനത്തെ സംബന്ധിച്ചാണ്. മിൻ ഐന ഇക്തസബ, എവിടെ നിന്നാണത് സമ്പാദിച്ചത്, വഫീമ അൻഫഖ, എവിടെയാണത് ചെലവഴിച്ചത്. ഉണ്ടായ സ്വത്തുകളൊക്കെ ഉണ്ടായി, അത് മക്കൾക്കും മക്കളുടെ മക്കൾക്കും ഒരു 4 തലമുറക്ക് വേണ്ടിയും ഉപയോഗിക്കാവുന്ന രീതിയിൽ അവശേഷിച്ചു പോകുമ്പോഴും അവനവന്റെ ഖബറിലേക്ക് എന്തെങ്കിലും നിലക്കുള്ള ഒരു ആനുകൂല്യം വരണമെന്ന് ആഗ്രഹിക്കാത്ത പോയത്തന്മാരായി നമ്മൾ മാറിപ്പോകരുത്. അവനവനെ പറ്റി ചിന്തിക്കാൻ കഴിയേണ്ടതുണ്ട്. ആ നിലയിൽ ഈ വിഷയത്തോട്, സദഖത്തുൻ ജാരിയോട് ക്രിയാത്മകമായി പ്രതികരിക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കേണ്ടതുണ്ട്. അള്ളാഹു അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിജമീഇൽ മുസ്ലിമീന അസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. യാ അയ്യുഹല്ലദീന ആമനു ഉസീക്കും സാനിയൻ ബിത്തഖ്വല്ലാഹ്. അള്ളാഹുവിൻ്റെ അടിമകളായ സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കാൻ ഒരിക്കൽ കൂടെ എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അപ്രകാരം ജീവിച്ചു മരിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സാഹചര്യങ്ങൾ അനുസരിച്ച് മാറുക എന്നുള്ളത് മനുഷ്യരുടെ ഒരു സ്വഭാവമായി, സ്വഭാവ വൈകൃതമായി, വൈകല്യമായി നമ്മൾ കണ്ടുവരുന്നതാണ്. നമ്മൾ നല്ലപോലെ ഭക്തരായിരിക്കുന്നത് പള്ളിയുടെ അകത്ത് മാത്രമായിരിക്കും. അല്ലെങ്കിൽ പള്ളിയുടെ അകത്ത് കാണുന്ന ഭക്തി ഒരുപക്ഷെ പുറത്തു കിട്ടിക്കൊള്ളുന്നില്ല. നമ്മൾ വീട്ടിൽ മര്യാദക്കാരായിരിക്കുന്നത് പോലെ നമ്മുടെ കൂട്ടുകാർക്കിടയിൽ നമ്മൾ മര്യാദക്കാരായി മാറാൻ കഴിഞ്ഞുകൊള്ളുന്നില്ല. ഇവിടെ നമ്മൾ ഏറ്റവും ഭയപ്പെടേണ്ടത് നമ്മുടെ മക്കളുടെ കാര്യമാണ്. മക്കളിൽ ലഹരി ഉപയോഗം മുമ്പങ്ങളില്ലാത്തവണ്ണം കൂടുതലായി കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. പഴയൊരു കണക്ക് പ്രകാരം കേരളത്തിലെ കുട്ടികളിൽ 13 വയസ്സുള്ളവർ ലഹരി ഉപയോഗം ശീലിച്ചു വരുന്നു എന്നുള്ളതാണ്. എന്നാൽ പുതിയ കണക്കിൽ പറയുന്ന 8 വയസ്സ് മുതൽ കുട്ടികൾ അത് ശീലിക്കാൻ തുടങ്ങുന്നു എന്നുള്ളതാണ്. അത് നമ്മളെ അമ്പരിപ്പിക്കേണ്ട സംഗതിയാണ്. ഓരോ മാതാവും പിതാവും പറയല് എൻ്റെ മകൻ കുഴപ്പക്കാരനല്ല എന്നുള്ളതാണ്. അത്രയും മക്കളെ സംബന്ധിച്ച് സമാധാനമുള്ളവരായി തൻ്റെ മകനെ പറ്റി മറ്റുള്ളവരുടെ മുമ്പിൽ വീമ്പ് പറയാൻ ഞാനും നിങ്ങളൊന്നും മടിയുള്ളവരല്ല. അങ്ങനെ മടിയില്ലാതാകണമെങ്കിൽ നമുക്ക് നമ്മുടെ മക്കളുടെ ഭാവിയെ സംബന്ധിച്ചുള്ള കൃത്യമായ കരുതലുണ്ടാകണം. അതിലേറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ മക്കൾക്ക് അള്ളാഹുവിനെ പറ്റിയുള്ള കളഞ്ഞ ബോധം ഉണ്ടാക്കി കൊടുക്കുക എന്നതാണ്. ഖുർആനിലെ 31-ാമത്തെ അധ്യായത്തിന്റെ പേര് ലുക്മാൻ എന്നതാണ്. 10ഓളം ഉപദേശങ്ങൾ ലുക്മാൻ അലൈഹിസ്സലാം തൻ്റെ മകന് നൽകുന്നുണ്ട്. അതുകൊണ്ടാണ് ആ അധ്യായത്തിന് ആ പേര് വരാനുള്ള കാരണം. ആ ഉപദേശങ്ങളിൽ സവിശേഷമായിട്ടുള്ളൊരു ഉപദേശം ഇങ്ങനെയാണ്: യാ ബുനയ്യ, അല്ലയോ കുഞ്ഞുമോനെ, ഇന്നഹാ ഇൻ തകു മിസ്കാലു ഹബ്ബത്തിൻ മിൻ ഖർദൽ ഫതകുൻ ഫീ സഖറത്തിൻ ഔ ഫിസ് സമാവാതി ഔ ഫിൽ അർദ് യഅതി ബിഹല്ലാഹ് ഇന്നല്ലാഹ ലത്തീഫുൻ ഖബീർ. അല്ലയോ പൊന്നുമോനെ, കാര്യമുണ്ടല്ലോ, അതൊരു കടുകുമണിയോളം വലിപ്പമുള്ളതാണ് എങ്കിലും, എന്നിട്ട് ആ വിഷയം ഏതെങ്കിലും പർവ്വതങ്ങളുടെ പാറക്കല്ലുകളുടെ ഇടയിലാണ് എങ്കിലും, അതല്ലെങ്കിൽ ആകാശഭൂമികളിൽ എവിടെയെങ്കിലും ഒളിഞ്ഞിരിക്കുന്ന ഒരു ഭാഗത്താണ് എങ്കിലും, അള്ളാഹ് അത് കൊണ്ടുവരും. ആ പ്രശ്നം അള്ളാഹ് കൊണ്ടുവരും. ഇന്നല്ലാഹ ലത്തീഫുൻ ഖബീർ, അള്ളാഹു വളരെ സൂക്ഷ്മജ്ഞാനമുള്ളവനാകുന്നു. എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചും കൃത്യമായിട്ട് അറിയുന്നവനാണ് പടച്ചവൻ. ഈ ബോധം മദ്രസയിൽ നിന്നല്ല പോകേണ്ടത്. ഇത് അവനവന്റെ വീട്ടിൽ നിന്ന്, കുട്ടിക്കാലത്ത് ഉമ്മയിൽ നിന്ന്, വാപ്പയിൽ നിന്ന് മക്കളിലേക്ക് പകർന്നു കൊടുക്കേണ്ട ഒരു കൃത്യമായ ബോധമാണ്. ഈ ഒരു ബോധമുള്ള കുട്ടിയെ നമുക്ക് എവിടെയും പറഞ്ഞു വിടാം. അതിന് ടൂറ് പോകണമെന്ന് പറയുമ്പോൾ നമ്മൾ വിലക്കാൻ നിൽക്കേണ്ടതില്ല. ടൂറിപ്പോ നമ്മൾ കൂടെ പോണില്ലല്ലോ, പോകുന്ന കുട്ടികൾ വല്ല തോന്നിയാസങ്ങളൊക്കെ ചെയ്യല്ലോ, അതുകൊണ്ട് എൻ്റെ മകൻ അതിൽ പെടാൻ സാധ്യതയുണ്ടല്ലോ എന്ന് ഭയപ്പെടേണ്ടതില്ല. ഇത് കൃത്യമായി മൈൻഡ് ട്യൂൺ ചെയ്തിട്ടുള്ള ഒരു സംഗതിയാണ് എങ്കിൽ ആ കുട്ടിയെ നമുക്ക് ഏത് ടൂറിലും പറഞ്ഞേക്കാൻ കഴിയും, ഏത് ആൾക്കൂട്ടത്തിലേക്കും പറഞ്ഞു വിടാൻ കഴിയും. എന്നാൽ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ എൻ്റെ മോൻ അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയുന്ന ആളുകൾ ഇതൊന്നും ശ്രദ്ധിക്കാതെയാണ് വിടുന്നത്. അതിൻ്റെ ദുരന്തം
ആ കുടുംബം മാത്രമല്ല സമൂഹം ഒന്നടങ്കം ഏറ്റെടുക്കേണ്ടി വരികയാണ്. ഈ കുട്ടി മദ്യത്തിനും മയക്കുമരുന്നിനൊക്കെ അഡിക്റ്റ് ആയിട്ടുണ്ട് എന്ന് നമ്മൾ അറിയുന്നത് എല്ലാ സ്റ്റേജും കഴിഞ്ഞ ശേഷമായിരിക്കും. വീട്ടുകാർ പോലും അറിയുന്നില്ല. അത്രമേൽ സൂക്ഷ്മമായിട്ടുള്ള ലഹരി വസ്തുക്കൾ ഇന്ന് യഥേഷ്ടമാണ് ഉപയോഗിക്കാൻ. എൻ്റെ കുട്ടിക്ക് അതിന്റെ പണം എവിടെ നിന്ന് കിട്ടി എന്നുള്ളത് അന്വേഷിക്കേണ്ടതില്ല. മകൻ ഇത്തരം വസ്തുക്കളുടെ കാരിയറുകളായിരിക്കും, അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന ആളായിരിക്കും. അതുകൊണ്ട് കുട്ടികളെ സംബന്ധിച്ചുള്ള കൃത്യമായ ബോധം ഉണ്ടാകണം. അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു നോക്കുങ്ങൾ, ഇത്തരം ഒരു ബേജാറുമില്ലാത്ത 1400 കൊല്ലങ്ങൾക്ക് മുമ്പാണ് റസൂൽ ഇത് പറയുന്നത്. അർറജുലു അലാ ദീനി ഖലീലി, ഒരാൾ അയാളുടെ കൂട്ടുകാരന്റെ മതത്തിലായിരിക്കും. ഫൽ യൻദുർ അഹദുക്കും, അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും നോക്കിക്കൊള്ളട്ടെ, മൻ യുഖാലിൽ, ആരാണ് തന്റെ സ്നേഹിതനെന്ന്. ഓരോരുത്തരും ആലോചിക്കണം, ആരുടെ തോളത്താണ് അവൻ കൈവച്ചിട്ടുള്ളത് എന്ന്, ആരുമായിട്ടാണ് അവൻ സൗഹൃദം എന്നുള്ളത്. മക്കളുടെ കാര്യത്തിൽ ഇത്തരം ഒരു ആലോചന ഗൗരവമായി നമ്മുടെ ഭാഗത്തുണ്ടാകണം. ഖുർആനിലെ 43-ാമത്തെ അധ്യായം സൂറ സുഹ്റുഫിലെ 67-ാമത്തെ വചനം, അൽ അഖില്ലാഹു യൗമഇദിൻ ബഅലുഹും ലിബഅലിൻ ഇല്ലൽ മുത്തഖീൻ, ഇന്ന സുഹൃത്തുക്കളായ ആളുകൾ പരസ്പരം ശത്രുക്കളായിരിക്കും. അള്ളാഹുവിന്റെ കിതാബിലൂടെ അള്ളാഹു പച്ചയായി പറഞ്ഞു തരാണ്, സുഹൃത്തുക്കളായ ആളുകൾ പരലോകത്ത് വരുമ്പോൾ ശത്രുക്കളായി തീരും, സൂക്ഷ്മത പാലിച്ചവരല്ലാതെ. സൂക്ഷ്മത പാലിച്ചവർ മാത്രമാണ് അതിൽ നിന്ന് ഒഴിഞ്ഞേൽക്കുക. അതുകൊണ്ട് എൻ്റെ കുട്ടിയുടെ കൂട്ടുകാരാരാണ് എന്ന് കൃത്യമായിട്ടറിയാൻ ഓരോ രക്ഷിതാക്കളും പ്രത്യേകമായി ശ്രദ്ധ വയ്ക്കേണ്ടിയിരിക്കുന്നു. ആ രീതിയിൽ മക്കളോടുള്ള നമ്മുടെ സമീപനങ്ങളിൽ അവരെ ദീനി നിഷ്ഠയുള്ളവരാക്കുന്നതിൽ, ധാർമ്മിക ബോധം പകർന്നു കൊടുക്കുന്നതിൽ ഒക്കെയും നമ്മൾ കാര്യമായ ശ്രദ്ധയുള്ളവരായിരിക്കണമെന്ന് സൂചിപ്പിക്കുകയാണ്. അത്തരം നല്ല കുടുംബങ്ങളിൽ, നല്ല വിശ്വാസികളിൽ, വിശ്വാസിനികളിൽ ഉൾപ്പെടാൻ അള്ളാഹു എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും ചെയ്തുപോയ എല്ലാ